ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ട്രാൻസ്ഫർ റൗണ്ടപ്പിൻ്റെ 26ാമത്തെ എപ്പിസോഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഫുട്ബോൾ ലോകത്തെ പുതിയ ട്രാൻസ്ഫർ വാർത്തകളും റൂമറുകളും നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഇന്ന് 28 താരങ്ങളുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അത് വിശദമായിക്കൊണ്ട് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ താരം അത് ജാവോ ഫെലിക്സ് ആണ്. ഈ പോർച്ചുഗീസ് സൂപ്പർ താരത്തെ തിരികെ എത്തിക്കാൻ ബെൻഫിക്കയ്ക്ക് ഇപ്പോൾ താല്പര്യമുണ്ട്. താരത്തിന്റെ ഏജന്റുമായി അവർ ചർച്ചകൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഫെലിക്സും ഈ ക്ലബിലേക്ക് തിരിച്ചു വരാൻ റെഡിയാണ്. പക്ഷേ താരത്തിന്റെ ക്ലബായ ചെൽസിയെ ആശ്രയിച്ചുകൊണ്ടാണ് ഇതെല്ലാം നിലകൊള്ളുന്നത്. ഇനി രണ്ടാമത്തെ താരം അത് എമേഴ്സൺ റോയലാണ്. ബ്രസീലിയൻ താരമായ ഇദ്ദേഹം ബ്രസീലിലേക്ക് മടങ്ങിയെത്തുകയാണ്. ഫ്ലമങ്കോയോട് അദ്ദേഹം യെസ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. നിലവിൽ AC മിലാന് വേണ്ടിയാണ് എമേഴ്സൺ റോയൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുമായുള്ള ചർച്ചകൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനി മൂന്നാമത്തെ താരം അത് ഹ്യൂങ്മിൻ സൺ ആണ്. ഈ താരത്തെ സ്വന്തമാക്കാൻ അമേരിക്കൻ ക്ലബായ ലോസ് ആഞ്ചലസ് FC ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ താരമോ ടോട്ടൻഹാമോ ഭാവിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തിട്ടില്ല. ഈ വിഷയത്തിൽ താരവും പരിശീലകനായ തോമസ് ഫ്രാങ്കും ഉടൻ തന്നെ ചർച്ച നടത്തും എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇനി നാലാമത്തെ താരം അത് ഗർണാച്ചോയാണ്. ഈ താരം പ്രീമിയർ ലീഗിലെ തന്നെ മറ്റേതെങ്കിലും ക്ലബിലേക്ക് പോകാനാണ് ആഗ്രഹിക്കുന്നത്. ചെൽസിയാണ് ഗർണാച്ചോയിൽ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ സാവി സിമൺസിന് വേണ്ടി കൂടി അവർ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഇനി അഞ്ചാമത്തെ താരം അത് ജോറൽ ഹാറ്റോയാണ്. അയാക്സിന്റെ പ്രതിരോധ നിര താരമാണ് ജോറൽ ഹാറ്റോ. ചെൽസി ഈ താരത്തെ സ്വന്തമാക്കുകയാണ്. രണ്ട് ക്ലബ്ബുകളും തമ്മിലുള്ള ചർച്ചകൾ ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. 40 മില്യൺ യൂറോ താരത്തിന് വേണ്ടി ചിലവഴിക്കപ്പെടും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇനി ആറാമത്തെ താരം അത് ജാവോ മരിയോയാണ്. ഈ താരത്തെ യുവന്റസ് സ്വന്തമാക്കിയിട്ടുണ്ട്. പോർട്ടോക്ക് ആൽബർട്ടോ കോസ്റ്റയെ നൽകിക്കൊണ്ടാണ് മരിയോയെ യുവന്റസ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഇനി ഏഴാമത്തെ താരം അത് ഹ്യൂഗോ എക്കിറ്റിക്കയാണ്. ഈ താരത്തെ ലിവർപൂൾ സ്വന്തമാക്കി കഴിഞ്ഞു. 6 വർഷത്തെ ഒരു കരാറിലാണ് അദ്ദേഹം ഒപ്പുവെക്കുന്നത്. ആകെ 95 മില്യൺ യൂറോയോളമാണ് അവർ ചിലവഴിച്ചിട്ടുള്ളത്. ഇനി എട്ടാമത്തെ താരം അത് ഡേവിഡ് ഹാങ്കോയാണ്. ഫൈനൂർദിൽ നിന്നും ഈ താരത്തെ അത്ലറ്റിക്കോ മാഡ്രിഡ് ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുണ്ട്. 30 മില്യൺ യൂറോയാണ് അവർ മുടക്കിയിട്ടുള്ളത്. ഈ താരം അൽ നസറിൽ എത്തി എന്ന് ഉറപ്പിക്കപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് ആ ഒരു ഡീൽ കൊളാപ്സ് ആവുകയായിരുന്നു. അതിനുശേഷമാണ് ഹാങ്കോ ഇപ്പോൾ അത്ലറ്റിക്കോയിൽ എത്തിയിട്ടുള്ളത്. ഇനി ഒൻപതാമത്തെ താരം അത് ആഷ്ലി യങ് ആണ്. ഈ താരത്തെ ഇപ്സ്വിച്ച് ടൗണ് സ്വന്തമാക്കിയിട്ടുണ്ട്. 1 വർഷത്തെ കരാറിലാണ് യങ് ഇപ്പോൾ ഒപ്പുവെച്ചിട്ടുള്ളത്. ഇനി പത്താമത്തെ താരം അത് ഇസ്മായിൽ ബെന്നാക്കർ ആണ്. ഈ താരത്തെ സ്വന്തമാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ സൗദി അറേബ്യൻ ക്ലബ്ബായ അൽ ഇത്തിഹാദ് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. AC മിലാനുമായി അവർ ചർച്ചകൾ തുടങ്ങിയിട്ടുണ്ട്. ജെനിത്തിന്റെ താരമായ വെൻഡലിനെ കൂടി അൽ ഇത്തിഹാദ് ഇപ്പോൾ പരിഗണിക്കുന്നുണ്ട്. ഇനി 11 ഹക്കാൻ ചൽഹനോഗ്ലു ആണ്. ഈ താരം ഇന്റർ മിലാൻ വിടും എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. വിവാദങ്ങൾ അവിടെ സംഭവിച്ചിരുന്നു. തുർക്കിഷ് ക്ലബ്ബുകൾ ഇദ്ദേഹത്തെ സ്വന്തമാക്കാൻ രംഗത്ത് വരികയും ചെയ്തിരുന്നു. പക്ഷേ അക്കാര്യത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇദ്ദേഹം ഇന്റർ മിലാനിൽ തന്നെ തുടരാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇനി 12ാമത്തെ താരം അത് സാവി സിമൺസ് ആണ്. ഈ താരം ചെൽസിയുമായി ചർച്ചകൾ നടത്തുകയാണ്. പേഴ്സണൽ ടേംസിന്റെ കാര്യത്തിലാണ് ചർച്ചകൾ നടക്കുന്നത്. ചെൽസിയിലേക്ക് വരാൻ ഇപ്പോൾ സാവി തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്, തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി 13ാമത്തേത് ഇവാൻ ഫെർഗൂസൻ ആണ്. ഈ താരത്തെ റോമ സ്വന്തമാക്കി കഴിഞ്ഞു. ഒഫീഷ്യൽ പ്രഖ്യാപനം വന്നു കഴിഞ്ഞു. ലോൺ അടിസ്ഥാനത്തിലാണ് ഇവാൻ ഫെർഗൂസൻ ഇനി റോമയ്ക്ക് വേണ്ടി കളിക്കുക. 3 മില്യൺ യൂറോയാണ് ലോൺ തുക. 37 മില്യൺ നൽകി കഴിഞ്ഞാൽ സ്ഥിരമായി നിലനിർത്താനുള്ള ഒരു ഓപ്ഷനും അവിടെ ലഭ്യമാണ്. ഇനി 14ാമത്തെ താരം അത് ഫക്കുണ്ടോ ബുവാനോനോറ്റയാണ്. ഈ താരം നിലവിൽ പ്രീമിയർ ലീഗ് ക്ലബ്ബായ ബ്രൈറ്റന് വേണ്ടിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അർജന്റീൻ താരത്തെ സ്വന്തമാക്കാൻ വേണ്ടി ബൊറൂസിയ ഡോർട്ട്മുണ്ട്, ലിയോൺ എന്നിവരൊക്കെ ശ്രമങ്ങൾ നടത്തുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇനി 15ാമത്തെ താരം അത് കാർണി ചുക്കുമേക്കയാണ്. ചെൽസി താരമായ ഇദ്ദേഹം ക്ലബ്ബ് വിടാനുള്ള ഒരുക്കത്തിലാണ്. ഇദ്ദേഹത്തെ പെർമനന്റ് ആയിക്കൊണ്ട് വിൽക്കാനാണ് ചെൽസി തീരുമാനിച്ചിട്ടുള്ളത്. എന്നാൽ ബൊറൂസിയ ഡോർട്ട്മുണ്ട് ലോൺ അടിസ്ഥാനത്തിലുള്ള ഒരു ഓഫറാണ് നൽകിയിട്ടുള്ളത്. നിലവിൽ RB ലീപ്സിഗും ചുക്കുമേക്കയ്ക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇനി 16ാമത്തെ താരം അത് ഹാവി ഗുവേറയാണ്. വലൻസിയയുടെ താരമായ ഇദ്ദേഹത്തിന്റെ കോൺട്രാക്ട് പുതുക്കാൻ വേണ്ടി വലൻസിയ ശ്രമിച്ചിരുന്നു. പക്ഷേ അത് അദ്ദേഹം നിരസിച്ചിട്ടുണ്ട്. നിലവിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഈ താരത്തിന് വേണ്ടി ശ്രമിക്കുന്നു എന്നാണ് വാർത്തകൾ. 17ാമത്തെ താരം അത് ജാവോ പലീഞ്ഞയാണ്. നല്ല രീതിയിലുള്ള ഒരു ഓഫർ വന്നു കഴിഞ്ഞാൽ ബയൺ മ്യൂണിക്ക് പലീഞ്ഞയെ കൈവിടാൻ തയ്യാറായിട്ടുണ്ട്. ടോട്ടൻഹാം ഈ താരത്തിന് വേണ്ടി ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട്. ഇനി 18ാമത്തെ താരം അത് കാളം വിൽസൺ ആണ്. ഈ ന്യൂകാസിൽ യുണൈറ്റഡ് താരത്തെ എത്തിക്കാൻ വേണ്ടി വെസ്റ്റ് ഹാം യുണൈറ്റഡ് ശ്രമങ്ങൾ നടത്തുന്നുണ്ട്.
ഫ്രീ ഏജന്റ് ആയിക്കൊണ്ട് എത്തിക്കാൻ വേണ്ടിയാണ് അവർ ശ്രമങ്ങൾ നടത്തുന്നത്. 19ാമത്തെ താരം ബ്രസീലിയൻ സൂപ്പർ താരമായ ഫിർമീഞ്ഞോയാണ്. ഇദ്ദേഹം ഇപ്പോൾ സൗദി അറേബ്യയോട് വിട പറഞ്ഞിട്ടുണ്ട്. ഖത്തർ ക്ലബ്ബായ അൽസാദിലേക്കാണ് ഫിർമീഞ്ഞോ എത്തിയിട്ടുള്ളത്. 7 മില്യൺ യൂറോയാണ് താരത്തിന് വേണ്ടി അവർ ചിലവഴിച്ചിട്ടുള്ളത്. ഇനി 20ാമത്തെ താരം അത് കോബി മൈനുവാണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡുമായുള്ള താരത്തിന്റെ കോൺട്രാക്ട് 2027 അവസാനിക്കുക. ഈ കോൺട്രാക്ട് ദീർഘകാലത്തേക്ക് പുതുക്കാൻ മൈനു ഇപ്പോൾ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ ടോട്ടൻഹാം ഹോട്ട്സ്പർ ഈ സാഹചര്യങ്ങളെല്ലാം നിരീക്ഷിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇനി 21ാമത്തെ താരം അത് മോർഗൻ റോജേഴ്സ് ആണ്. ഈ താരത്തെ എത്തിക്കാൻ ചെൽസിക്ക് താല്പര്യമുണ്ട്. ആസ്റ്റൺ വില്ലയുമായി ഒരു സോഫ്റ്റ് ഡീൽ നടത്താനുള്ള ശ്രമമാണ് അവരിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി 22ാമത്തെ താരം അത് ജാക്ക് ഗ്രീലിഷ് ആണ്. ഈ താരത്തെ സ്വന്തമാക്കാൻ നാപ്പോളിക്ക് താല്പര്യമുണ്ട്. കൂടാതെ ലിവർപൂൾ താരമായ കിയേസയിലും അവർ ഇൻട്രസ്റ്റ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഡാർവിൻ നുനസിനെ കൊണ്ടുവരാൻ വേണ്ടി നാപ്പോളി ശ്രമിച്ചിരുന്നു. പക്ഷേ അതിൽ നിന്നും ഇപ്പോൾ അവർ പിന്മാറിയിട്ടുണ്ട്. ഇനി 23 ക്രിസ്റ്റഫർ എങ്കുങ്കുവായി ബന്ധപ്പെട്ടതാണ്. ഈ താരത്തെ സ്വന്തമാക്കാൻ ബയേണിന് താല്പര്യമുണ്ട്. കൂടാതെ മാഞ്ചസ്റ്റർ യുണൈറ്റഡും ശ്രമിക്കുന്നുണ്ട്. ഗർണാച്ചോയെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സോഫ്റ്റ് ഡീലാണ് അവർ ലക്ഷ്യം വെക്കുന്നത്. 24 ബെഞ്ചമിൻ സെസ്കോയാണ്. ഈ സ്ട്രൈക്കറെ സ്വന്തമാക്കാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഇപ്പോൾ താല്പര്യമുണ്ട്. പക്ഷേ 70 മില്യൺ യൂറോ മുതൽ 100 മില്യൺ യൂറോ വരെയുള്ള ഒരു തുകക്ക് മാത്രമാണ് ഇദ്ദേഹത്തെ കൈവിടുകയുള്ളൂ എന്ന നിലപാട് RB ലീപ്സിഗ് എടുത്തിട്ടുണ്ട്. 25 തോമസ് മുള്ളറുമായി ബന്ധപ്പെട്ടതാണ്. ഈ താരം MLS-ലേക്ക് എത്തും എന്നുള്ള റൂമറുകൾ ഉണ്ടായിരുന്നു. ഇതിനിടെ ഓസ്ട്രേലിയയിലേക്ക് അദ്ദേഹം എത്താനുള്ള സാധ്യതകളും ഉണ്ട്. എന്തെന്നാൽ സിഡ്നി FC നിലവിൽ തോമസ് മുള്ളർക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 26 റോഡ്രിഗോയുമായി ബന്ധപ്പെട്ടതാണ്. ഈ താരത്തിന് വേണ്ടി PSG ഇപ്പോഴും ശ്രമിക്കുന്നു എന്ന റൂമർ ഇന്നലെ പുറത്തേക്ക് വന്നിരുന്നു. പക്ഷേ PSG ഇദ്ദേഹത്തെ നിലവിൽ പരിഗണിക്കുന്നില്ല, അതല്ലെങ്കിൽ പ്രയോറിറ്റി നൽകുന്നില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. 27 ലൂയിസ് ഡയസ് ആണ്. ഈ താരത്തെ സ്വന്തമാക്കാൻ വേണ്ടിയുള്ള ബയേണിന്റെ ശ്രമങ്ങൾ തുടരുകയാണ്. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം 81 മില്യൺ യൂറോ വരെ അവർ ചിലവഴിക്കാൻ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി 28ാമത്തെ താരം അത് എമി മാർട്ടിനസ് ആണ്. ഇദ്ദേഹത്തെ ലോണിൽ കൈവിടാൻ ആസ്റ്റൺ വില്ല ഉദ്ദേശിക്കുന്നില്ല. 40 മില്യൺ പൗണ്ട് ലഭിക്കാതെ താരത്തെ കൈമാറില്ല എന്ന ഒരു നിലപാട് ഇപ്പോൾ വില്ല എടുത്തു കഴിഞ്ഞു. ഈ തുക നൽകാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തയ്യാറാകുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ഏതായാലും എമിക്ക് ഒരു മികച്ച ക്ലബിലേക്ക് പോകാൻ കഴിയും എന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ഇങ്ങനെ 28 താരങ്ങളുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളാണ് നമുക്ക് ഇന്ന് ലഭിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ അടുത്ത എപ്പിസോഡുമായി വീണ്ടും കാണാം.